ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നാളിതുവരെ നിരവധി സമരങ്ങളും യുദ്ധങ്ങളുമൊക്കെ നടന്നത് നാം വായിച്ചവരാണ്. എന്നാൽ മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും നിരന്തരം കോടതികൾ കയറി ഇറങ്ങുന്ന വാർത്തകൾ നാം ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നുമാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇതൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവം രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗികമായ ദയാവധം യാഥാർത്ഥ്യമായി എന്നതായിരുന്നു. ഹരീഷ് റാണ എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കോടതി ഉത്തരവിറക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ എയിംസിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് ഇന്നലെയായിരുന്നു. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ഹരീഷ് റാണ വെന്റിലേറ്റർ സൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസം അധികൃതർ നീക്കം ചെയ്യുകയും ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ദയാവധത്തിന് അദ്ദേഹം വിധേയമാവുകയും ചെയ്തു. അവിടെ കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്തസ്സായി ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുള്ളതുപോലെ അന്തസ്സായി മരിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്നതാണ്. വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുകയും ഓക്സിജനും ഭക്ഷണവും പടിപടിയായി കുറച്ചു കൊണ്ടുവരികയും ചെയ്താണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. രോഗിയുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുക, നാം കാണുമ്പോൾ അസഹനീയമായ വേദനകളിൽ നിന്ന് ലോകത്തിന്റെ ഈ ഭൗതികമായ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തമാക്കുക, അദ്ദേഹത്തിന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുക എന്ന പ്രക്രിയക്കാണ് ദയാവധം എന്ന് പറയുന്നത്. ദയാവധം 2 വിധത്തിലുണ്ട്. ഒന്ന് ആക്റ്റീവ് യൂത്തനേഷ്യയും മറ്റൊന്ന് പാസീവ് യൂത്തനേഷ്യയും. ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അദ്ദേഹം ക്യാൻസർ ബാധിച്ചോ അല്ലെങ്കിൽ അതിശക്തമായ വേദനയിലൂടെയോ ബോധക്ഷയം സംഭവിച്ചു കിടക്കുന്നു, അദ്ദേഹത്തെ പരിചരിക്കാൻ കഴിയുന്നില്ല എന്ന നിമിഷങ്ങൾ എത്തുമ്പോൾ ഇനി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുകയും ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം നിലപ്പിക്കാൻ മാത്രം ശേഷിയുള്ള മരുന്നുകൾ കൊടുത്ത് അദ്ദേഹത്തെ കൊലക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ വധത്തിന് വിട്ടുകൊടുക്കുക, മരിപ്പിക്കുക എന്നതാണ് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ഇത് ലോകത്ത് തന്നെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. ആ അനുമതിയിൽ തന്നെ പലരും ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അതിനെ മറ്റൊരു വഴിയിലൂടെ ഉപയോഗിക്കും എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് പാസീവ് യൂത്തനേഷ്യ. അത് രോഗിയുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായി അഡീഷണലായി മരുന്നോ മറ്റോ നൽകാതെ, ഓക്സിജൻ വേണ്ട രോഗിക്ക് ഓക്സിജൻ നൽകാതെ, മരുന്ന് വേണ്ട രോഗിക്ക് മരുന്ന് നൽകാതെ, ചികിത്സകൾ അദ്ദേഹത്തിന് കൊടുക്കാതെ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നതാണ് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ഇതുതന്നെ സ്വന്തമായി അദ്ദേഹം അംഗീകാരം നൽകുന്ന ദയാവധവുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അംഗീകാരം നൽകാതെ നൺ വോളണ്ടിയറി യൂത്തനേഷ്യ എന്ന് പറയുന്ന പ്രക്രിയയുമുണ്ട്. ഇതിന്റെ ഏത് തലം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരിക്കലും നമുക്കതിന് അനുമതി നൽകാൻ കഴിയുകയില്ല. ഇത്തരം സമകാലികമായ വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് മതം അതേക്കുറിച്ച് പറയുന്നത് എന്ന് പഠിക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ യൂത്തനേഷ്യ, ദയാവധം, അത് ദയയാണോ ക്രൂരതയാണോ, ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദയാവധം നടത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒന്നുകിൽ നാം അയാളെ കൊന്നുകളയുകയാണ്. ഒരു മനുഷ്യനെയും കൊല്ലാൻ ഇസ്ലാം നമുക്ക് അധികാരം തരുന്നില്ല. ഒരു മനുഷ്യന്റെയും ജീവൻ എടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഖുർആൻ തന്നെ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ. ഒരു മനുഷ്യൻ മറ്റൊരാളെ അകാരണമായി കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യം
തുല്യമാണ് എന്ന് ഖുർആൻ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇജ്തനിബുസ് സബഅൽ മുബികാത്ത്, നിങ്ങൾ നിങ്ങളുടെ നന്മകളെ മുഴുവനും കരിച്ചു കളയുന്ന, പരലോകത്തെത്തുമ്പോൾ നിങ്ങൾ സംഭീതരായി പോകേണ്ടി വരുന്ന, പരാജിതരായി പോകേണ്ടി വരുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്ന് പറഞ്ഞ് 7 വൻ പാപങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ മൂന്നാമതായി പരിചയപ്പെടുത്തിയത് അകാരണമായി കൊണ്ട് ഒരു മനുഷ്യനെ കൊല ചെയ്യുകയാണ് അതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം വമൻ യഖ്തുൽ മുഅ്മിനൻ, മറ്റൊരു ആയത്തിൽ കാണാം വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ വജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ ലഹു അദാബൻ അദീമ. ഒരാൾ മറ്റൊരാളെ വധിച്ചു കളഞ്ഞാൽ വധിച്ച ഘാതകൻ അല്ലാഹു തആല അവന്റെ കോപവും അവന്റെ ശാപവും നാളെയുടെ ലോകത്ത് നരകവും കൊടുക്കും എന്ന് ഖുർആനിൽ വ്യക്തമായി അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ സമ്മതപ്രകാരമാവട്ടെ, സമ്മതമില്ലാതെയായാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. എങ്ങനെയായാലും മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് ഒരു നിർവാഹവും ഇല്ല. അത് കൊലപാതകത്തിന്റെ ഹുക്മിലാണ്, പരിധിയിലാണ് വരുന്നത്. ഇനി പാസീവ് യൂത്തനേഷ്യയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിഷ്ക്രിയമായി നാം ഒന്നും ചെയ്യാതെ, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, അദ്ദേഹത്തിനുള്ള മരുന്നുകൾ കൊടുക്കാതെ, അദ്ദേഹത്തെ കണക്ട് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹത്തെ മുക്തമാക്കിക്കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ, ഇതുമൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു പൂച്ചക്ക് പോലും വെള്ളം കൊടുക്കാത്ത, ഭക്ഷണം കൊടുക്കാതെ, ഇരപിടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് നാളെയുടെ ലോകത്ത് നരകത്തിലെത്തി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നമുക്കതിനെ അനുവദിക്കാൻ കഴിയും? ഇനി ഒരാൾ സ്വന്തമായി പറയുകയാണ്, വിൽപത്രം എഴുതി എന്റെ മരണത്തിലേക്ക് തള്ളിവിടൂ എന്ന് പറഞ്ഞ് വോളണ്ടറി രൂപത്തിലുള്ള യൂത്തനേഷ്യക്കോ അതിനും ഇസ്ലാം ഒരിക്കലും അംഗീകാരം നൽകുന്നില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ സ്വന്തം ജീവൻ എടുക്കാൻ അവകാശം കൊടുത്തിട്ടില്ല. അല്ലാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത്. ആ ജീവൻ അല്ലാഹു എപ്പോഴാണോ എടുക്കുന്നത് അപ്പോൾ അവൻ എടുത്തുകൊള്ളും. അതുവരെ അവന്റെ ജീവിതം നിലനിർത്തുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഓടി മറയാൻ ഒരാൾക്കും അവകാശമില്ല. ഖുർആൻ പറയുന്നു, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വശരീരങ്ങളെ വധിച്ചു കളയരുത്. വമൻ യഫഅൽ ദാലിക ഉദ്വാനൻ വദുൽമൻ ഫസൗഫ നുസ്ലിഹി നാറ. അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നാരകീയമായ ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സ്വന്തമായി സ്വന്തം ശരീരത്തെ ഒരിക്കലും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അത് ആത്മഹത്യാപരമാണ്. ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരു മനുഷ്യൻ ഒരു കത്തി കടാര ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ നിർവഹിച്ചു കഴിഞ്ഞാൽ, താൻ നരകത്തിലെത്തിയാൽ അതുപോലെ തന്റെ പ്രക്രിയ ഈ ഭൂമി ലോകത്ത് നിന്ന് ജീവനെടുക്കാൻ ഏതൊരു ഉപാധിയാണോ സ്വീകരിച്ചത് ആ ഉപാധി അവൻ നൈരന്തര്യം തുടർന്നുകൊണ്ടേയിരിക്കും. അവനാ നരകത്തിൽ അതായിരിക്കും അവന്റെ ജോലി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശാലമാണ്. അവിടെ പറയുന്നുണ്ട്, മൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ യതഹസ്സഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഒരാൾ വിഷം കുടിച്ചാണ് മരിച്ചത് എങ്കിൽ ആ വിഷം കുടിച്ച് മരിച്ചതിന്റെ പേരിൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണ്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് വിഷക്കുപ്പി നൽകുകയും ആ വിഷക്കുപ്പിയിൽ നിന്ന് വിഷം കുടിച്ച് മരിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം മരണപ്പെട്ട് പൂർണ്ണമായും അതിന്റെ വേദന തീർന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു മടക്കുകയും വീണ്ടും വിഷക്കുപ്പി നൽകപ്പെടുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം ഖാലിദൻ മുഖല്ലദ, ആ നരകത്തിൽ നിരന്തരം അദ്ദേഹം ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മഹത്യ വളരെ ഗുരുതരമാണ്.
തീർന്നില്ല. ഹബീബായ തങ്ങൾ മറ്റൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഒരാൾ ഒരു മലമുകളിൽ നിന്ന്, കെട്ടിടത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ആ പ്രക്രിയ നരകത്തിൽ തുടരുമെന്ന്. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തുല്യമാണ് യഥാർത്ഥത്തിൽ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ അവസാനിപ്പിച്ച് മരണത്തിന് വിട്ടുകൊടുക്കുക എന്നത്. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയ ജീവിതം, ആ ജീവൻ, അതിന് ഏതറ്റം വരെ ചെന്നും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അത് അല്ലാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീരശൂര പരാക്രമിയായി ശത്രുപക്ഷത്തിന് കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കി നല്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ കണ്ടപ്പോ ജനങ്ങളെല്ലാം പറഞ്ഞു ഇദ്ദേഹം സ്വർഗത്തിലാണ് എന്ന്. ഹബീബായ തങ്ങൾ പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ് എന്ന്. യുദ്ധം അവസാനിക്കാറായപ്പോൾ അദ്ദേഹത്തിന് ഒരു മുറിവേൽക്കുകയും വേദന കൊണ്ട് പുളയുകയും അസഹനീയമായ വേദന കാരണം അദ്ദേഹം തന്റെ വാൾമുനയിൽ അമർന്നു കിടന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത് അദ്ദേഹം നരകത്തിലെത്തി. ഇത് സ്വഹാബത്തിന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്തുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ദുരനുഭവങ്ങൾ, ഇതൊന്നും തന്നെ യൂത്തനേഷ്യ നടത്താൻ, ദയാവധത്തിലേക്ക് തന്നെ മാറ്റിക്കാൻ, തന്റെ ജീവിതം അവിടെ നിന്ന് അവസാനിപ്പിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവാദം നൽകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില കേസുകളിലൊക്കെ പലപ്പോഴും നമുക്ക് തന്നെ തോന്നും ഇയാൾക്ക് മരണമായിരുന്നു ഖൈർ എന്ന്. എന്നാലും ആ മനുഷ്യൻ ഞാൻ മരിക്കട്ടെ, എനിക്ക് മരണമാണ് ഖൈർ എന്നല്ല പറയേണ്ടത്. അദ്ദേഹത്തോട് വരെ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞത്, നിങ്ങൾ മരണത്തെ ആരും ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് ഏതേത് വൈഷമ്യം കൊണ്ടും നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചു കൊതിച്ചു പോകരുത്. ഇനി നിങ്ങൾക്ക് പറയാതെ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ഇനി പറയാതിരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ആ ജീവിതം നൽകുകയും അല്ല മരണമാണ് ഖൈറെങ്കിൽ ആ മരണം നൽകുകയും ചെയ്യണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരിക്കലും തന്നെ ദയാവധം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാലും ചില ചോദ്യചിഹ്നങ്ങൾ അവിടെയുണ്ട്. ഈ മനുഷ്യൻ ഭൗതികമായ ജീവക്ഷമമായി കിടക്കുന്നു അല്ലെ? ആ മനുഷ്യൻ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് കുറേ ആളുകൾ ദിവസങ്ങളോളം വലിയ വലിയ എമൗണ്ട് പണം മുടക്കിക്കൊണ്ട് കഴിയേണ്ടി വരുന്നു, വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതിനൊക്കെ ഇസ്ലാമിൽ മറുപടിയുണ്ട്. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. അവിടെയാണ് നാം പഠിക്കാനുള്ള വലിയ പാഠങ്ങൾ. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ അത്രയും വിലയുണ്ട് എന്ന് ജനങ്ങളെ ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏതറ്റം വരെ പോകണമെങ്കിൽ കോടാനക്കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തേണ്ടി വരുന്നതെങ്കിലും അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് ആ കുടുംബം അനുഭവിക്കുന്ന വിഷമതകൾക്ക്, പ്രയാസങ്ങൾക്ക് അല്ലാഹു അവന് കൂലി നൽകുകയാണ്. ഒരു രൂപ സംഭാവന നൽകുന്നവന് കൂലി നൽകുകയാണ്. ആ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് ആശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ, തഴുകി തലോടുമ്പോൾ, അതയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ കൂട്ടിരിപ്പുകാരന് നാളെ സ്വർഗമുണ്ട്. ഓരോ സെക്കൻഡിലും 70,000 മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ജീവന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇടപെടുന്നത്. മാത്രമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞു, ഏതൊരു രോഗമുണ്ടോ അതിന് ശിഫയുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഏത് രോഗത്തിനും ചികിത്സയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചികിത്സാ രീതികളെ കുറിച്ച് ചിന്തിക്കണം മനുഷ്യൻ. ഇനി ഒരാൾക്ക് തളർന്നു കിടക്കുകയാണ്, അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ തളർന്നു കിടന്നാൽ പിന്നെ ദയാവധത്തിലേക്ക് അദ്ദേഹത്തെ വഴി നമുക്ക് മരിപ്പിച്ച് കളയാം എന്നാണ് ഇസ്ലാം പറയുന്നത് എങ്കിൽ പല മെഡിസിനും കണ്ടെടുക്കാതെ പോകും അല്ലെ? ഈ മനുഷ്യന്റെ ജീവിതം അവസാനം വരെ നിലനിർത്താനുള്ള ഏതറ്റം വരെയും പോകണം എന്ന ചിന്തയിൽ നിന്നാണ് പുതിയ പുതിയ മെഡിസിനുകൾ കണ്ടെത്തുന്നത്, പുതിയ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ കണ്ടെത്തുന്നത്. അപ്പൊ പ്രത്യാശയാണ് ഇസ്ലാം കൊടുക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഏതറ്റം വരെ കൊണ്ടുവരാൻ ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, മനനങ്ങളിലൂടെ വൈദ്യശാസ്ത്രപരമായി പുതിയ പുരോഗതികൾ കണ്ടെത്തണം എന്ന തത്വമാണ് ഇസ്ലാം നമ്മോട് വിളിച്ചോതുന്നത്. ഒന്ന്. രണ്ടാമതായി
നാം ശരീരത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ശരീരം തളർന്നു കിടക്കുകയാണ്, അസഹനീയമായ വേദനയുണ്ട്, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മാനസികമായ ലോകത്ത്, അർവാഹുകളുടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഏറ്റെടുക്കും എന്നതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്. തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദം വലാ ഗം ഹത്ത ശൗഖത യുശാഖുഹാ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായ. ഒരു മനുഷ്യന് വരുന്ന വ്യാധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ ഏതേതുമാവട്ടെ, ആ മനുഷ്യൻ അനുഭവിക്കുന്ന എത്രത്തോളം അയാളുടെ കാലിൽ തറക്കുന്ന ഒരു മുള്ള് കാലിൽ തറച്ചാൽ വരെ അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ യസാലു ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖ അല്ലാഹു വ മാ അലൈഹി ഖതിയ. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും കാരണം നാളെയുടെ ലോകത്ത് ഒരു പാപവും ഇല്ലാതെ പാപമുക്തമായി അല്ലാഹുവിന്റെ അടുക്കൽ അയാൾ ഹാജരാക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അദ്ദേഹം ശാരീരികമായി തളർന്നവനായിരിക്കാം, പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും, പക്ഷേ മാനസികമായ ലോകത്ത്, അർവാഹുകളുടെ ലോകത്ത് അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. നാളെയുടെ ലോകത്തെ കുറിച്ച്, സ്വർഗീയമായ അവസ്ഥയെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ സൗന്ദര്യങ്ങൾ സ്വർഗത്തിൽ ലഭിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സൗന്ദര്യങ്ങൾ ലഭിച്ചതെന്ന്. അദ്ദേഹം പറയാണ്, പടച്ച റബ്ബ് എന്നെ ദുനിയാവിൽ വെച്ച് പരീക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും അനുഭൂതികൾ ആസ്വദിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, ദുനിയാവിൽ വെച്ച് എന്നെയും അല്ലാഹു പരീക്ഷിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അപ്പൊ ഇവിടെയുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ നമുക്ക് ഭൗതികമായ ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന്, ഭൗതികമായ അളവുകോലുകൾ വെച്ച് അളന്നു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായി, പ്രയാസമായി അനുഭവപ്പെടാമെങ്കിലും ആത്മീയമായ ലോകത്ത് നമുക്കതിന്റെ വലിയ നേട്ടങ്ങളുണ്ട്. ഒരു രോഗിയായാൽ തന്നെ 10-11 നേട്ടങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാം, എത്രത്തോളം ഒരു ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ പോലും അവർക്ക് സ്വർഗം അല്ലാഹു തആല ഓഫർ ചെയ്യുകയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നുണ്ട്, അലാ ഉരീക റഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗസ്ഥയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? എന്നിട്ടൊരു കറുത്ത പെണ്ണിനെ ചൂണ്ടിയിട്ട് പറയാണ്, ആ പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. ഒരിക്കൽ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ, ഇന്നി ഉസ്റ, നബിയേ ഞാൻ ബോധരഹിതയായി വീഴുകയാണ്. വീഴുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഛിന്ന ഭിന്നമായി പോകുന്നുണ്ട്, അഴവത്ത് കാണുന്നുണ്ട്, എനിക്ക് അങ്ങ് ദുആ ചെയ്യണമെന്ന്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ ഈ ബോധരഹിതയായി വീണ് കോമയിൽ കിടന്നാലും പ്രശ്നമില്ല, നിനക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, നബിയെ എന്റെ വസ്ത്രം അഴിഞ്ഞു പോകുന്നത് അങ്ങൊന്ന് ദുആ ചെയ്തു. തങ്ങൾ ദുആ ചെയ്യുകയും ആ വസ്ത്രം അഴിയുന്ന അവസ്ഥ മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഒരാൾ ബോധരഹിതയായി വീണു, കോമയിൽ വർഷങ്ങളോളം കിടന്നു, എന്നാലും സ്വർഗമുണ്ട്, അയാൾക്ക് അതിന്റെ അനുഭവം നാളെ ആഖിറത്തിൽ ലഭിക്കും എന്ന പ്രത്യാശയാണ് ഇസ്ലാം നൽകുന്നത്. പിന്നെ എങ്ങനെയാണ് നാം ദയാവധത്തിന് വിധേയമാക്കുക? ഏതടിസ്ഥാനത്തിലാണ് ദയാവധം ചെയ്യുക? നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇസ്ലാം ഒരിക്കലും അനുമതി നൽകുന്നില്ല. എന്ന് മാത്രമല്ല, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ എത്രയോ രോഗികൾ നമ്മുടെ കൺമുന്നിൽ തന്നെ തിരിച്ചു വന്നവരുണ്ട്, ഇല്ലേ? ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞവർ ലോകത്ത് എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുനീറ അബ്ദുള്ള എന്ന് പറയുന്ന UAE-കാരി 1991 ഒരു കാർ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുകയും ജീവക്ഷമമായി കഴിയുകയും ചെയ്തു. 27 വർഷങ്ങൾക്ക് ശേഷം 2018 ജർമ്മനിയിലെ ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ണു തുറക്കുകയും തന്റെ മകന്റെ പേര് വിളിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന പത്ര റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. തീർന്നില്ല, ടെറി വാലിസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ 1984 അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും അബോധാവസ്ഥയിലായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന്. പിന്നീട് അദ്ദേഹം 2003 19 വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് വർഷങ്ങളോളം ജീവിക്കുകയാണ്. സാറ സ്കാൻലിൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് 1984 അവർ വാഹനാപകടത്തിൽപ്പെടുകയും 20 വർഷത്തോളം നിശബ്ദയായി ജീവച്ഛവമായി കിടക്കുകയും ചെയ്തു. കുടുംബം ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. 2005 ഏകദേശം 20 വർഷം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ്. ഇങ്ങനെ 100 കണക്കായ സംഭവങ്ങൾ
നമുക്ക് ലഭ്യമാണ്, നമ്മുടെ കൺമുന്നിൽ ലഭ്യമാണ്. അപ്പോൾ ഡോക്ടർമാരല്ല തീരുമാനിക്കേണ്ടത് അവർ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന്. എന്തുകൊണ്ടാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നതിനെ കുറിച്ച് പഠനങ്ങളുണ്ട്. ആ പഠനങ്ങൾ തന്നെ പറയുന്നത് ശരിയായ പരിചരണം ലഭിച്ചത് കൊണ്ടാണ് എന്നാണ്. കുടുംബം, ആ അംഗങ്ങളുടെ സ്നേഹവും നിരന്തരമായ സ്പർശവും അവരുടെ സംസാരവും അവരുടെ തലോടലുകളും തലച്ചോറിനെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് ആ പഠനങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ ആതുര ശുശ്രൂഷയ്ക്ക് ഇസ്ലാം വലിയ സ്ഥാനം കൊടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രയാണ് നിങ്ങൾ ആലോചിച്ചു. ജീവക്ഷമമായി കിടക്കുകയാണ്, അവര് പരിചരിക്കുകയാണ്, അതിന് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്. അതുകൊണ്ടാണ് 70,000-ഓളം മലക്കുകൾ അവർക്ക് പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു നിലക്കും നമുക്ക് ഒരു കാരണവശാലും ഒരാളെയും ജീവിതം അവസാനിപ്പിക്കാൻ അയാൾക്ക് അധികാരമില്ലാത്തതുപോലെ നമുക്കും തന്നെ അയാളെ മരണത്തിലേക്ക് തള്ളിവിടാൻ, ദയാവധം നടത്താൻ അധികാരമില്ല. എന്നാൽ ഒരവസരത്തിൽ അയാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതുക. മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്, മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്, ജേർണലുകൾ പറയുന്നത്, ഇന്ന് എത്തിയ പരിധിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്, ഫുഖഹാക്കളും ആ നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. മസ്തിഷ്ക മരണം ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ്. പിന്നീട് കൃത്രിമമായ സംവിധാനങ്ങളിലൂടെ അയാളുടെ വെടിപ്പ്, അതുപോലെ ശ്വാസം, ഇതൊക്കെ ഒരല്പനേരത്തേക്ക് അല്ലെങ്കിൽ അവരെത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്തേക്ക് നിലനിർത്താൻ കഴിയുമെന്നാണ്. ആ സമയത്ത് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന ഒരു വാക്യം മാത്രമാണ് നമുക്ക് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നിന്ന് ഇതിന് അനുകൂലമായി പറയാനുള്ളത്. എന്ന് വെച്ചാൽ കോമയിലിരിക്കുന്നവരെയോ വലിയ ദുരന്തങ്ങളിൽ കഴിയുന്നവരെയോ പ്രയാസപ്പെടുന്നവരെയോ എനിക്കിനി ജീവിതം വേണ്ട എന്ന് നമ്മോട് ആവശ്യപ്പെട്ടാൽ പോലും ഒരാളെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ലെന്നും അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നിരന്തരമായ പരിശ്രമമാണ്, ശുശ്രൂഷയാണ് നൽകേണ്ടത് എന്നുമാണ് ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ പാഠമാണ് ഇസ്ലാം നൽകുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടെന്നും ഈ ലോകം മാത്രമല്ല ആശ്രമാകുന്ന ലോകം, വരാൻ പോകുന്ന ലോകം, ആ ലോകം കൂടെ മനുഷ്യന് മുന്നിലുണ്ട് എന്ന ചിന്തയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഇട്ടുതരുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ മനസ്സിലാക്കി കാര്യങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.